എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അവിയൽ ഒരു 5 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കറിലാണ് ഇവിടെ അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പച്ചക്കറിയൊന്നും ഒട്ടും വെന്തു പോകാതെ നല്ല കറക്റ്റ് വേവിന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും ഒന്ന് ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അവിയലിന് വേണ്ട പച്ചക്കറിയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കോവയ്ക്ക, കുറച്ച് ക്യാരറ്റ്, ഏത്തക്ക, മത്തങ്ങ, ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിൽ മുറിച്ചത്, കുറച്ച് വഴുതനങ്ങ, കുറച്ച് നീളമുള്ള പയറ്, കുറച്ച് ബീൻസ്, കുറച്ച് മുരിങ്ങക്കോല. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അവിയലിലേക്ക് ചേർക്കേണ്ട മുഴുവൻ പച്ചക്കറി ഇവിടെ എടുത്തിട്ടില്ല. ഇതിൻ്റെ പകുതി പച്ചക്കറിയേ ഉള്ളെങ്കിലും നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കാം. മുറിച്ചെടുത്ത പച്ചക്കറിയെല്ലാം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. അവിയലിന് വേണ്ടിയിട്ട് മുറിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കണം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിക്കേണ്ട പാകം മനസ്സിലാകും. അധികം പ്രഷർ നിൽക്കാത്ത ഒരു പഴയ പ്രഷർ കുക്കറിലാണ് ഇവിടെ അവിയൽ വേവിച്ചെടുക്കുന്നത്. സാമ്പാറും അവിയലും ഒക്കെ വേവിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. പച്ചക്കറി വേവിക്കുമ്പോൾ അരപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് തേങ്ങ ചിരകിയത്, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഈ അരപ്പിലേക്ക് വേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒരുവിധം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ അരച്ചെടുത്ത കൂട്ടും കൂടി ഈ പച്ചക്കറികളിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ഒന്ന് കഴുകിയെടുത്തതും അല്ലാതെ ഒഴിച്ചതും കൂടെ കൂട്ടി ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ ഇത് ഓഫ് ചെയ്തു. ഇതിലെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനി ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ വേവിക്കാൻ വെച്ചിരുന്ന പച്ചക്കറിയും അരപ്പും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെക്കാം. 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, പച്ചക്കറിയൊക്കെ നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. പച്ചക്കറിയും അരപ്പും ഒന്നും വേവിക്കാൻ വേറെ സമയത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. തൈര് ചേർക്കേണ്ടവർക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തൈര് ചേർത്ത് ഉപയോഗിക്കാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട.